നമസ്കാരം. ഡ്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള രാജ്യങ്ങളിലെ സ്വന്തം നാട്ടിൽ ജനിച്ചിട്ടില്ലാത്ത താരങ്ങൾ മാത്രം കളിക്കുന്ന, അതായത് കളിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്ത് ജനിച്ചിട്ടേ ഇല്ലാത്ത മുഴുവൻ താരങ്ങളും പുറത്തുനിന്നുള്ളവർ ഉള്ള രാജ്യമുണ്ട്. ഏതാ അറിയും? അതുപോലെ സ്വന്തം നാട്ടിൽ നിന്ന് മാത്രം കളിക്കാരുമായിട്ട് വരുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീലാണ്. പക്ഷേ അർജൻറ്റീനയിൽ ടീമിലാണെങ്കിൽ നിക്കോ പാസും ഹൂലിയാനോ സിമയോണിയും വിദേശത്ത് ജനിച്ചവരാണ്. ഹൂലിയാനോ സിമയോണി ഇറ്റലിയിലും നിക്കോ പാസ് സ്പെയിനിലും ജനിച്ചവരാണ്. പക്ഷേ ഈ സ്ക്വാഡിലുള്ള മുഴുവൻ താരങ്ങളും എന്നൊക്കെ പറയും പോലെ പുറത്ത് ജനിച്ചിട്ടുള്ള താരങ്ങളുമായിട്ട് വരുന്ന രാജ്യം ഒക്കെ നോക്കുകയാണ്. 5 ടീമുകളാണ് ഏറ്റവും അധികം ഫോറിൻ പ്ലേയേഴ്സുമായിട്ട് വരുന്നത്. കൊറസാവോയുടെ 25 താരങ്ങൾ, 26 താരങ്ങളാണ് ടീമിലുണ്ടാവുക. അപ്പോൾ അതിൽ ഏതാണ്ട് എല്ലാ താരങ്ങളും, ഏതാണ്ട് മുഴുവനും, ഒരാളൊഴികെ ബാക്കി എല്ലാവരും വിദേശത്ത് ജനിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ നെതർലൻഡ്സിൽ ജനിച്ച 25 താരങ്ങളെയും കൊണ്ടാണ് കൊറസാവോ വരുന്നത്. അതിന് കാരണം ഈ കൊറസാവോ നെതർലൻഡ്സിൻ്റെ കീഴിലായിരുന്നു ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടുകൂടിയാണ്. ഇനി DR കോങ്കോ പോർച്ചുഗലിനെതിരെ കളിക്കാനുള്ള ടീമാണ്. അവരുടെ 20 താരങ്ങൾ പുറത്ത് ജനിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ 11 താരങ്ങൾ ഫ്രാൻസിൽ ജനിച്ചവർ, 5 പേര് ബെൽജിയത്തിൽ ജനിച്ചവരാണ്, 2 പേര് ഇംഗ്ലണ്ടിൽ ജനിച്ചവരാണ്, 2 പേര് സ്വിറ്റ്സർലൻഡിൽ ജനിച്ചവരാണ്. മൊറോക്കോ ബ്രസീലിനെതിരെയാണ് അവരുടെ ആദ്യ കളി. അവരുടെ 19 താരങ്ങൾ മൊറോക്കോയിലല്ല ജനിച്ചത്, വിദേശത്ത് ജനിച്ച താരങ്ങളാണ്. അതിൽ 6 പേര് ഫ്രാൻസിലും, 6 പേര് സ്പെയിനിലും, 3 പേര് ബെൽജിയത്തിലും, 3 പേര് നെതർലൻഡ്സിലും, ഒരാൾ കാനഡയിലും ജനിച്ച താരങ്ങളാണ്. ഇനി മറ്റൊരു ടീം ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയാണ്. അവരുടെ 17 താരങ്ങളാണ് വിദേശത്ത് ജനിച്ചത്. 26 അംഗ ടീമിൽ 17 പേരും പുറത്ത് ജനിച്ചവരാണ്. അതിൽ 4 താരങ്ങൾ ജർമ്മനി ജനിച്ചവരാണ്, 3 പേര് ഓസ്ട്രിയയിൽ ജനിച്ചവരാണ്, 3 പേര് സ്വീഡനിൽ ജനിച്ചവരും, 2 പേര് സെർബിയയിൽ ജനിച്ചവരും, അതുപോലെ 5 പേര് ക്രൊയേഷ്യയിൽ ജനിച്ചവരും, പിന്നെ ഡെൻമാർക്ക്, സ്ലോവേക്യ, സ്വിറ്റ്സർലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജനിച്ചവരൊക്കെയാണ് അവരുടെ ടീമിലുള്ളത്. പിന്നെ ഈ കാര്യത്തിൽ 5-ാം സ്ഥാനത്തുള്ളത് അൾജീരിയയാണ്, അർജൻറ്റീനയുടെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ. അവരുടെ 18 താരങ്ങൾ ഈ പറഞ്ഞ പോലെ വിദേശത്ത് ജനിച്ചവരാണ്. അതിൽ 15 പേര് ഫ്രാൻസിൽ ജനിച്ചവരാണ്, ബാക്കി 3 പേര് ബെൽജിയം, ജർമ്മനി, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളിൽ ജനിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഖത്തറിൽ നമ്മുടെ മലയാളിയുണ്ട്, പക്ഷേ തേഴ്സിൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഖത്തർ തന്നെയായിരുന്നു. പക്ഷേ ഖത്തറിൽ മറ്റു രാജ്യങ്ങളിൽ ജനിച്ച താരങ്ങൾ ആ ടീമിന് വേണ്ടി കളിക്കുന്ന നമുക്കറിയാം. ഇത് പ്യുവർലി ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് ഇതിന് കാരണം. കുറേ ഫാമിലീസിൻ്റെ മൈഗ്രേഷൻ, എമിഗ്രേഷനൊക്കെയാണ് ഇതിനുള്ള കാരണമായിട്ട് വരുന്നത്. എന്തായാലും 26 അംഗ സ്ക്വാഡിൽ 25 പേരും വിദേശത്ത് ജനിച്ചവരുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഏതായാലും ആ ടീമൊക്കെ എത്ര ദൂരം മുന്നോട്ട് പോകും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.